അർഹതപ്പെട്ട വീട് സതീശൻ തന്നെയാണ്. അല്ല, വി.ഡി. സതീശൻ തന്നെയാണ്. മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിണറായിയുടെ ആളാണ്, അതുകൊണ്ട് ഒന്നും പറയൂല. തീർച്ചയായിട്ടും വി.ഡി. സതീശനാണെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രി ഇതുവരെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആൾ തന്നെ വേണം, വേറെ ആരാണ്? മുഖ്യമന്ത്രി ആയിരുന്നു അവർക്ക് അറിയില്ലല്ലോ, പിന്നെ ഈ പബ്ലിക്കാ നമ്മളങ്ങനെ പറയും. വി.ഡി. സതീശനാകണമെന്നാണ് ആഗ്രഹം. രാജീവ് ചന്ദ്രശേഖർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഷ്ടപ്പെട്ട ആള് കിട്ടട്ടെ, അധികാരം കിട്ടട്ടെ. മുഖ്യമന്ത്രി ആവാനായിട്ട് വി.ഡി. സതീശനാണ് അതിന്റെ യോഗ്യൻ. എനിക്ക് ആഗ്രഹം പിണറായി ആയിരുന്നു. കേരള രാഷ്ട്രീയം സജീവ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ആരെയാണ് മുഖ്യമന്ത്രിയായി കേരളം കാണാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ഇത് ജനങ്ങളോട് ചോദിക്കാം. ആരാകുമെന്നോ ആകണമെന്നോ? ആകണം ചെന്നിത്തല. അതിന് വേറെ കാര്യം കൂടെ പറയണോ? അതായത് ചെന്നിത്തല എന്ന് പറയുമ്പോൾ സീനിയോറിറ്റി ഉള്ള ആളാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഇതുവരെ ഒരു മന്ത്രിയൊന്നും ആയിട്ടില്ല. പിന്നെ ഇയാൾക്കൊരു 69 വയസ്സായി ചെന്നിത്തലയ്ക്ക്. അയാൾക്കാണ് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് തോന്നുന്നത്. തർക്കങ്ങളല്ലേ? അല്ല, വി.ഡി. സതീശൻ തന്നെയാണ്. മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് താല്പര്യം അത് തന്നെയാണ്. വി.ഡി. സതീശായ കൊള്ളാം. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല. ഞാൻ ആലപ്പുഴക്കാരനാണ്, അതുകൊണ്ട് രമേശ് ചെന്നിത്തല ആയിരിക്കണം. മുഖ്യമന്ത്രി വി.ഡി. സതീശനാവണം. ഞാൻ പിണറായിയുടെ ആളാണ്, അതുകൊണ്ട് ഒന്നും പറയൂല. മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാലാണ് സാധ്യത. തീർച്ചയായിട്ടും വി.ഡി. സതീശനാണെന്നാണ് ആഗ്രഹം. കാര്യം ഇപ്പോൾ മറ്റുള്ളവരെക്കാട്ടി ഏറ്റവും കൂടുതൽ തന്നെ അർഹനായിട്ടുള്ള ആൾ അദ്ദേഹം തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിനൊക്കെ ആണെന്ന് നല്ല രീതിയിൽ വിമർശിക്കുകയും അവരെ ഒരു പരിധിവരെ പ്രതിരോധിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഇതിൻ്റെ വിജയവും. ഇനി അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകണമെന്നാണ് ഒരുവിധപ്പെട്ട കോൺഗ്രസ്സുകാരുടെ സഹിതം അഭിപ്രായം. മുഖ്യമന്ത്രി വി.ഡി. സതീശനാവും. വി.ഡി. സതീശൻ സത്യത്തിനും ധർമ്മത്തിനും എല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുന്ന വി.ഡി. സതീശനെയാണ്. മുഖ്യമന്ത്രി ഇതുവരെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആൾ തന്നെ വേണം, വേറെ ആരാ വേണ്ട? അതല്ലേ അതിൻ്റെതായ റൈറ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലേ നമ്മൾ ആ പാർട്ടിക്കാരനല്ലെങ്കിലും പറയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹമല്ലേ തെരഞ്ഞെടുപ്പ് നയിച്ച് അദ്ദേഹത്തിന് വിജയം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. വേറെ വി.ഡി. സതീശനാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ആ പുള്ളിയിൽ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വി.ഡി. സതീശനായിരിക്കാം. മുഖ്യമന്ത്രി ആരാവും എന്നുള്ള അവരല്ലേ തീരുമാനിക്കണം, നമ്മളല്ലല്ല. ഇപ്പൊ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചോണ്ടിരിക്കുകയല്ലേ. ശരിക്കും പറയണത് ഞാൻ ആ പാർട്ടിയുള്ളതല്ല, എങ്കിലും അർഹതപ്പെട്ട വി.ഡി. സതീശൻ തന്നെയാണ്. കാര്യം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ട് അങ്ങനെ നല്ലവണ്ണം കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആകണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അതായിരിക്കണം. അവർക്ക് തന്നെ തീരുമാനമില്ലാത്തപ്പോൾ പബ്ലിക്കാ ഞാൻ എന്ത് തീരുമാനിക്കാൻ, ഞാൻ എന്ത് പറയാൻ? ഈ തിരഞ്ഞെടുക്കാൻ. പക്ഷെ ഒരു കാര്യം പറയാം, അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നു അവർക്ക് അറിയില്ലല്ലോ, പിന്നെ ഈ പബ്ലിക്കാ നമ്മളങ്ങനെ പറയും. ആരായാലും പരാതിയില്ല. എന്നാൽ ഞാൻ ആ മുന്നണിയല്ല. കൊടുക്കേണ്ടത് വി.ഡി. സതീശനാണ് കൊടുക്കേണ്ടത്. അത് അതിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ MLA-മാർ നിൽക്കുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ കൂടെയാണ്. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് വി.ഡി. സതീശനാണ് കൊടുക്കേണ്ടത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാവണം. അദ്ദേഹമല്ലേ ഈ കേരളത്തിലെ UDF-നെ കൊണ്ടുവന്നതും പ്രവർത്തിച്ചും അദ്ദേഹമല്ലേ. പെട്ടെന്ന് ദില്ലിയിൽ നിന്ന് ഇയാൾ വന്നിട്ട് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. വി.ഡി. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. കെ.സി. വേണുഗോപാൽ ആകണം. അയാൾ MP സ്ഥാനം കൊടുത്തു, MP ആയിട്ടുള്ള ജോലി ചെയ്താൽ മതി. അയാൾ സന്ദർഭം നോക്കി ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആവാന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പാർട്ടിക്കാരനല്ല, ഞാൻ എക്സ് സർവീസുകാരനാണ്. പക്ഷേ അഭിപ്രായം എൻ്റെ ഇതാണ്, വി.ഡി. സതീശൻ സാറാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ആവണം. മുഖ്യ വി.ഡി. സതീശനാവണമെന്നാണ് ആഗ്രഹം. കാരണം ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല, നല്ലൊരു സംഘാടകനാണ്. ഇത്രയും കാലം ഈ ഇലക്ഷന് വേണ്ടി വളരെയേറെ പാടുപെട്ട് ജയിച്ചു വന്നതാണ്. ഇപ്പോൾ അയാളെ എല്ലാവരും കൂടെ കടന്ന് വഴിയിലാക്കുന്നത് കഷ്ടമാണ്. കോൺഗ്രസിൻ്റെ പതനം, കോൺഗ്രസ് എന്ന് പറഞ്ഞ കക്ഷിൻ്റെ തമ്മിലടിയും പിന്നെ അധികാരത്തിൽ വന്നതിന് തമ്മിലടിയാണ് അവരുടെ പ്രശ്നം. അത് അവരുടെ നാശത്തിനെ അവസാനിക്കുള്ളൂ. നല്ല രീതിയിലുള്ള ആൾക്കാർ വരട്ടെ. വി.ഡി. സതീശനാകണമെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രി ആക്ച്വലി ഞാൻ ബിലീവ് ചെയ്യുന്ന പാർട്ടിയിൽ ഇപ്പോൾ 3 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ലിറ്ററേറ്റ് ആണ്, ലിറ്ററസി ഉള്ളതാണ് കേരളത്തിൽ. സോ അങ്ങനെ ഒരാൾ വന്നാൽ മേ ബി നമ്മുടെ കേരളം ഒരുപാട് കുറച്ചും കൂടെ ഡെവലപ്പ് ആവും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യം. നോക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാവണമെന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഇൻ ടു UDF. മുഖ്യമന്ത്രി നല്ല ഭരണം, നല്ല
ഭരണം കാഴ്ചവെക്കണവർ വരണം. ഒന്നിൽ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശന്, ഇവർ രണ്ടുപേരും. വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനാണ് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. കഷ്ടപ്പെട്ട ആൾ കിട്ടട്ടെ, അധികാരം കിട്ടട്ടെ, അതല്ലേ നല്ലത്. നമ്മൾ അതല്ലേ കാണുന്നത് 5 വർഷം കൊണ്ട്. വി.ഡി. സതീശനാണ്. കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ മുന്നിൽ നിന്ന് 10 വർഷം, 5 വർഷം കൊണ്ട് നയിച്ച ശ്രീമാൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് കേരളത്തിലെ ജനങ്ങളെ 99% ജനങ്ങൾ ആവശ്യം. അതിനെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. മുഖ്യമന്ത്രിയാവാനായിട്ട് വി.ഡി. സതീശനാണ് അതിന് യോഗ്യൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പാടുപെട്ടത് വി.ഡി. സതീശനാണ്. മുഖ്യമന്ത്രി രമേശ് ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ അങ്ങേർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്തെ അങ്ങേര് ഇങ്ങേര് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങേർക്ക് കുറച്ച് കാര്യങ്ങൾ കേരളത്തിനെ പറ്റി അറിയാമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരുങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു തേങ്ങ കൈ കിട്ടിയ കണക്കാണ്. ഇപ്പോൾ പൊട്ടിക്കാനും വയ്യ, വിഴുങ്ങാനും വയ്യാത്ത കണക്കിലാണ് ഒരു മൂന്നോടെ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരണം. അത് രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ വരണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം നന്നായി വരുമെന്ന് പത്മനാഭൻ്റെ മണ്ണിൽ വെച്ച് പറയും. രമേശ് ചെന്നിത്തലാണ് യോഗ്യതയുള്ളതിന് മാത്രമേ ഉള്ളൂ. അല്ല വി.ഡി. സതീശനൊന്നും ഭരണപരമൊന്നുമില്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഇതേ ഉള്ളൂ. എനിക്ക് ആഗ്രഹം പിണറായി ആയിരുന്നു. പിണറായി മന്ത്രിയായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കില്ല. ആ സാറിപ്പം നിൽക്കില്ലല്ലോ. വേറെ ഇനി ആരെന്നും നമുക്കറിയാൻ ഒക്കില്ല. നമുക്ക് കിട്ടണത് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ശരി. വി.ഡി. സതീശൻ അങ്ങനെയല്ലേ ഈ മറ്റവരുടെ അഴിമതി അക്രമങ്ങളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് അല്ലേ? അത്രയും കിടന്ന് പാടുപെട്ട ആളിനെ പുറത്ത് തള്ളണ്ടല്ലേ? ഇപ്പം പേപ്പർ വായിക്കുന്ന ഞങ്ങളൊക്കെ അതൊക്കെ കാണുന്നതാണ്. എന്തുമാത്രം ദ്രോഹങ്ങൾ മറ്റവർ LDF കാണിച്ചപ്പോൾ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നില്ലേ? ഇത്രയും പേരിൽ അങ്ങേരാണ് കൂടുതൽ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങേരെ പുറത്താക്കണോ? ഇനി അങ്ങേരാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഭരിക്കും, ഉറപ്പാണോ? മുഖ്യമന്ത്രി വി.ഡി. സതീശനാവണമെന്നാണ് ആഗ്രഹം. കാരണം പ്രതിപക്ഷത്തിരുന്ന് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെന്നെത്തിയത് 3 പേരിലേക്കാണ്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, KC വേണുഗോപാൽ. ആരാകും അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് സമയം തെളിയിക്കും. ക്യാമറമാൻ ദിലീപിനൊപ്പം ദേവിക ഷാജി.